സാർ നമസ്കാരം. നമസ്കാരം. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനെ ചൊല്ലി ഇപ്പോൾ CPM-നകത്ത് തന്നെ വലിയ വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്നു. സാധാരണഗതിയിൽ മുഖ്യമന്ത്രി ആയിരുന്ന സമയത്ത് ബഹുമാന്യനായ പിണറായി വിജയനെ സാറടക്കമുള്ള ആളുകൾ അദ്ദേഹത്തിൻ്റെ നയവൈകല്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് വലിയ വലിയ വിമർശനങ്ങളാണ് ഉയർത്തിയിരുന്നത്. അതൊരിക്കലും വ്യക്തിപരമായിരുന്നില്ല. മുഖ്യമന്ത്രി എന്ന രീതിയിൽ പിണറായി വിജയൻ നടത്തിയ ജനദ്രോഹകരങ്ങളായ കാര്യങ്ങളെയും അഴിമതികളെയുമാണ് ക്രൈം ഉൾപ്പെടെയുള്ള മാധ്യമങ്ങൾ തുറന്നു കാണിച്ചത്. ആ കൂട്ടത്തിൽ ക്രൈം ഒരു പടി കൂടി മുന്നിലേക്ക് പോയി. മുൻ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ പ്രതിയായ അല്ലെങ്കിൽ പ്രതി ചേർക്കപ്പെട്ട കേരളത്തിൻ്റെ ഖജനാവിന് ഏതാണ്ട് 250 കോടി രൂപയുടെ നഷ്ടമുണ്ടാക്കിയ ലാവലിൻ കേസിൽ സുപ്രീം കോടതിയിൽ കക്ഷി ചേർന്ന് ക്രൈമാണ് ആ കാര്യത്തിലേക്ക് വളരെ ദൂരം മുന്നോട്ട് പോയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കേരളത്തിലെ മുഖ്യധാരാ മാധ്യമങ്ങളടക്കം മറ്റൊരു മാധ്യമങ്ങളും ആ കേസിൽ അത്രത്തോളം വലിയ പങ്ക് വഹിച്ചിട്ടില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇവിടെ പറഞ്ഞു വരുന്നത്, മൂന്നാം ഊഴത്തിന് വേണ്ടി ഒരു ശ്രമം നടത്തുകയും LDF അല്ലാതെ മറ്റാരുണ്ട് എന്ന് തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ വലിയ വലിയ ഫ്ലക്സുകൾ ഉയർത്തുകയും അതിൽ മുൻ മുഖ്യമന്ത്രിയായി പിണറായി വിജയന്റെ തലയടിച്ചു വെച്ച് ഞാനല്ലാതെ മറ്റാരുണ്ട് എന്നൊരു ടാഗ് ലൈൻ അനുസ്മരിപ്പിക്കത്തക്ക രീതിയിൽ വലിയ വലിയ പരസ്യങ്ങൾ ചെയ്ത് LDF-ൽ വീണ്ടും ഒരു തരംഗമുണ്ടാക്കി മൂന്നാം ഊഴം കിട്ടും, വീണ്ടും മുഖ്യമന്ത്രിയായി അധികാരമേൽക്കാം എന്ന് വിചാരിച്ചിരുന്ന അല്ലെങ്കിൽ മനപ്പായസമുണ്ടിരുന്ന മുൻ മുഖ്യമന്ത്രി പിണറായി വിജയനും CPM-ഉം ഇടതുപക്ഷവും ഈ 2026 തെരഞ്ഞെടുപ്പിൽ തകർന്ന് തരിപ്പണമാകുന്ന കാഴ്ചയാണ് കണ്ടത്. 99 സീറ്റിൽ നിന്ന് കേവലം 35 സീറ്റിലേക്ക് കൂപ്പുകുത്തുമ്പോൾ UDF 102 സീറ്റിൻ്റെ മിന്നുന്ന വിജയം വൻ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് അവലോകന യോഗങ്ങൾ ഇടതുപക്ഷത്തിൽ നടക്കുമ്പോൾ, അത് CPI-യിലാവട്ടെ CPM-ലാവട്ടെ നടക്കുമ്പോൾ, ഏരിയ തലത്തിലും ബ്രാഞ്ച് തലത്തിലും ബൂത്ത് തലത്തിലും ജില്ലാ തലത്തിലുമെല്ലാം ഇടതുപക്ഷത്തിനുണ്ടായ ഈ ദയനീയമായ പരാജയത്തിൻ്റെ കാരണക്കാരൻ മുഖ്യമന്ത്രി ആയിരുന്ന പിണറായി വിജയനാണെന്നും പാർട്ടിയെ നയിച്ച സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനാണ് എന്നാണ് ഓരോ അണികളും പറയുന്നത്. MV ഗോവിന്ദനും പിണറായി വിജയനും പങ്കെടുക്കുന്ന യോഗങ്ങളിൽ പോലും അവരുടെ മുഖത്തേക്ക് വിരൽ ചൂണ്ടിക്കൊണ്ട് നിങ്ങൾ ഈ സ്ഥാനത്ത് നിന്ന് ഇറങ്ങിപ്പോണം, കണ്ണൂർ ജില്ലാ കമ്മിറ്റി പിരിച്ചുവിടണം എന്നിങ്ങനെയുള്ള അതീവ ഗുരുതരങ്ങളായിട്ടുള്ള ആരോപണങ്ങൾ ഉയരുന്നു. ഇവിടെ സംസ്ഥാന സമിതി, CPM-ന്റെ സംസ്ഥാന സമിതി ഒരു വിലയിരുത്തൽ നടത്തുന്നു. ഭരണവിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല, പിണറായി വിരുദ്ധ വികാരം ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് പാർട്ടിയുടെ പാർലമെന്ററി ലീഡറായി പ്രതിപക്ഷ നേതാവായി വീണ്ടും പിണറായി വിജയനെ തന്നെ തെരഞ്ഞെടുക്കാൻ സംസ്ഥാന സമിതി ശുപാർശ ചെയ്യുന്നു. പോളിറ്റ് ബ്യൂറോവിൽ അതിനെതിരെ വോട്ടെടുപ്പ് നടക്കുന്നു. പിണറായി വിജയൻ അടക്കമുള്ള പോളിറ്റ് ബ്യൂറോ അംഗങ്ങളുടെ വോട്ട് നേടി പിണറായി വിജയനെ തന്നെ വീണ്ടും പ്രതിപക്ഷ നേതാവായി അവരോധിക്കുന്നു. സർ, ഞാൻ ഇവിടെ ചോദിക്കുന്നത്, 3 കൊല്ലം കൂടുമ്പോൾ CPM സംസ്ഥാന സമ്മേളനങ്ങൾ നടത്താറുണ്ട്. വളരെ നിശിതമായ വിമർശനങ്ങളും ക്രിയാത്മകമായ ചർച്ചകളും ഒക്കെ അവിടെ ഉയർന്നു വരാറുണ്ട് എന്ന് പറയുന്നു കേൾക്കുന്നു. അങ്ങനെയെങ്കിൽ ബൂത്ത് തലം മുതൽ ബ്രാഞ്ച് തലം, ഏരിയ തലം, ജില്ലാ തലം മുതൽ എല്ലാ കമ്മിറ്റികളിലും പരാജയത്തിൻ്റെ കാരണം പിണറായി വിജയനാണ്. പിണറായി വിജയൻ MLA സ്ഥാനം വരെ രാജിവെക്കണം എന്ന് പാറശാല കമ്മിറ്റി വരെ ആവശ്യപ്പെടുമ്പോൾ ഈ സംസ്ഥാന സമ്മേളനം ഇനി CPM-ന്റെ ചേരുമ്പോൾ അതുവരെയല്ലേ ഈ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആ സ്ഥാനത്തിരിക്കാൻ സാധിക്കുകയുള്ളൂ? അക്ഷരാർത്ഥത്തിൽ അവർ ചവിട്ടി പുറത്താക്കാനുള്ള സാധ്യത വലിയത് തന്നെയല്ലേ? വലിയ സാധ്യതയല്ലേ അതിനുള്ളത്? അതായത് പാർട്ടിയെ ഇത്രയും കാലം ഹൈജാക്ക് ചെയ്ത് തൻ്റെ സ്വകാര്യ കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുള്ള പിണറായി വിജയന് അതോടൊപ്പം തന്നെ അദ്ദേഹം ചെയ്തിട്ടുള്ളത് സംസ്ഥാന കമ്മിറ്റിയെയും അതേപോലെ ഡൽഹിയിൽ പോളിറ്റ് ബ്യൂറോയിനെയും ജീവിക്കാനുള്ള പൈസ കൊടുത്ത് സഹായിക്കുകയും ഇവിടെ വലിയ കെട്ടിടങ്ങൾ പണിയാനുള്ള സൗകര്യം ഒരുക്കി കൊടുക്കുകയും ചെയ്തു. തിരുവനന്തപുരത്ത് 110 കോടി രൂപയ്ക്കാണ് ഏറ്റവും പുതിയ കെട്ടിടം പണിഞ്ഞത്. ഒരു 5 പൈസ അധികം പിരിക്കാതെയാണ് ഈ 110 കോടി രൂപ ഉണ്ടാക്കി. അത് പിന്നീട് പലരെയും പേരിൽ സംഭാവന നൽകിയതായി കാണിച്ച് അങ്ങനെ ബിൽഡിംഗ് പണിഞ്ഞത്. ഡൽഹിയിലാകട്ടെ അവിടെ ജീവിക്കണമെങ്കിൽ കഴിഞ്ഞ 10 വർഷമായിട്ട് ഇന്ത്യയിൽ വേറൊരു സംസ്ഥാനത്തും വരുമാനം കിട്ടാനില്ല. കേരളത്തിൽ നിന്നാണ് കൃത്യമായിട്ട് വരുമാനങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നത്. ഇങ്ങനെയുള്ള സൗജന്യങ്ങൾ പിണറായി വിജയൻ ചെയ്തത് കൊടുത്തുകൊണ്ട് പിണറായി വിജയനെ പ്രതിപക്ഷ സ്ഥാനത്ത് നിന്ന് അങ്ങനെ ഒഴിവാക്കാൻ വേണ്ടി ആര് ശ്രമിച്ചാലും നടക്കില്ല എന്നുള്ളതാണ് സത്യം. പക്ഷേ പാർട്ടി അണികൾ മാറിയിരിക്കുന്നു. പാർട്ടി അണികൾ മാറിയതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് പയ്യന്നൂരിലും തളിപ്പറമ്പിലും അതേപോലെ അമ്പലപ്പുഴയിലും ദയനീയമായി CPM-നെ നിലവിലുള്ള ആൾക്കാരെ തോൽപ്പിച്ചു വിട്ടത്.
തോൽപ്പിക്കാൻ വിടുക മാത്രമല്ല ദയനീയമായ പരാജയമാണ് ആ 3 സ്ഥലത്തുണ്ടായത്. അതിലപ്പുറത്തെ തൃക്കരിപ്പൂരിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രമാണ് തകർന്നു പോയത്. 60 വർഷം കയ്യിലുണ്ടായിരുന്ന ഒരു സീറ്റാണ് പോയത്. അപ്പം ഇവിടെ മാത്രമല്ല, പിണറായി വിജയന്റെ അവിടെ 50 വോട്ടിന്റെ ഭൂരിപക്ഷം ഉണ്ടായിരുന്നു. അവിടെ 30,000 വോട്ട് കുറഞ്ഞു. മട്ടന്നൂരിൽ 14,000 വോട്ടാണ് പ്രാവശ്യം കിട്ടിയത്. 60,000 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നു. ഇതേപോലെ ഓരോ സ്ഥലത്തും തലശ്ശേരിയാണ് 40,000 വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സ്ഥലമായിരുന്നു. അവിടെ 20,000 വോട്ടായി ചുരുങ്ങി. എല്ലാ സ്ഥലത്തും പാർട്ടിയുടെ വോട്ടുകൾ ഇല്ലാതെ, കോഴിക്കോട് ജില്ലയാകട്ടെ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ശക്തി കേന്ദ്രങ്ങളായിരുന്നു എല്ലാം. അവിടെയെല്ലാം തകർന്ന് തരിപ്പണമായി. ഒരൊറ്റ സീറ്റ് കൊണ്ട് രക്ഷപ്പെടേണ്ടി വന്നു. അതും PV അൻവർ ആയതുകൊണ്ട്. വേറെ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ അവിടെ ജയിച്ചു പോകുമായിരുന്നു. അതേപോലെ തന്നെയാണ് കൊല്ലം ജില്ലയിൽ ഉണ്ടായിട്ടുള്ളത്. കൊല്ലം ജില്ല എന്ന് പറഞ്ഞാൽ CPM-ന്റെ ഏറ്റവും അധികം ശക്തി കേന്ദ്രമാണ്. അവിടെ 11 സീറ്റിൽ 8 സീറ്റ് UDF-നാണ്, 1 സീറ്റ് BJP-ക്കാണ്, 2 സീറ്റ് മാത്രമാണ് CPM-നുള്ളത്. CPM-ന്റെ സീറ്റാണ് BJP പിടിച്ചതെന്നുള്ളതാണ് എടുത്തു പറയുന്നത്. CPI-യുടെ സീറ്റാണ് ചാത്തുന്നവര്. പിന്നെ CPI ആണ് 1 സീറ്റിൽ വിജയിച്ചത്, 1 സീറ്റ് CPM-ഉം. അങ്ങനെ മാർക്സിസ്റ്റ് പാർട്ടി തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് പൂർണ്ണമായി കൂപ്പുകുത്തി എന്നുള്ളതാണ് സത്യം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ എല്ലാ കാലത്തും കൂടെ ഉണ്ടായിരുന്ന ശക്തി കേന്ദ്രങ്ങൾ തകർന്നതിന്റെ പിന്നിൽ പിണറായി വിജയൻ മാത്രമാണ് കാരണമെന്ന് കൃത്യമായി ജനങ്ങൾക്ക് അറിയുകയും അത് കൃത്യമായി പാർട്ടി മെമ്പർമാർ ഓരോ കമ്മിറ്റിയിലും ബ്രാഞ്ച് കമ്മിറ്റിയിലടക്കം റിപ്പോർട്ട് ചെയ്യുകയും അത് വളരെ ശക്തമായ രൂപത്തിൽ എല്ലായിടത്തും പ്രതിഫലിച്ചുകൊണ്ടിരിക്കുകയാണ്. അവസാനം താഴെ തട്ട് മുതൽ മുകളിൽ തട്ട് വരെ പിണറായി വിജയനെ പാർട്ടിയിൽ നിന്ന് ഒഴിവാക്കണം, പുറത്താക്കണം എന്നുള്ള നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഘട്ടത്തിൽ അത് കൃത്യമായി മുന്നോട്ട് നീക്കി പിണറായി വിജയനെ രക്ഷിക്കാനാണ് ഭാവമെങ്കിൽ തീർച്ചയായും വലിയൊരു പിളർപ്പാണ് CPM-ൽ വരാൻ പോകുന്നത്. അതിലെ സമാന ചിന്താഗതിയുള്ള ആളുകളെല്ലാം ഒത്തുകൂടുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ തന്നെ പുറത്തു ചാടിയിട്ടുള്ള ആൾക്കാർ അതിന് നേതൃത്വം കൊടുക്കാൻ പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അങ്ങനെയാണെങ്കിൽ പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കുന്നില്ല എങ്കിൽ പാർട്ടിയെ 5 വർഷം കൊണ്ട് 10 വർഷം കൊണ്ട് ഒരു ഏകാധിപതിയുടെ കയ്യിലേക്ക് കൊടുക്കുകയും ജനഹിതത്തിനെതിരായി അദ്ദേഹം 41 പോലീസ് വണ്ടിയുടെ സഹായത്തോടെ, ഫയർ സർവീസിൻ്റെ സഹായത്തോടെ, അതേപോലെ ആംബുലൻസ് സഹായത്തോടെ ജനങ്ങളിൽ നിന്ന് അകന്ന് ഒരു യാത്ര ചെയ്യുകയും ജനങ്ങളെ ബന്ദികളാക്കി വയ്ക്കുകയും ജനങ്ങൾക്ക് പ്രവേശനം നിഷേധിക്കുകയും, ഒരു പരാതി കൊടുക്കണമെങ്കിൽ അദ്ദേഹത്തെ കാണാൻ പറ്റില്ല, ഏതോ കൊമ്പത്തെ രാജാവാണ് എന്നുള്ള നിലപാടിലാണ് അദ്ദേഹം സെക്യൂരിറ്റി ഏർപ്പെടുത്തിയ ഒരു തിരുമ്പുമറയിനെ സൃഷ്ടിച്ചത്. അവിടെ നടക്കുന്നത് കച്ചവടമാണ്. സെക്രട്ടേറിയറ്റിന്റെ ഒരു ബ്ലോക്ക് തന്നെ, ഒരു ഗേറ്റ് തന്നെ അടച്ചു. 10 വർഷമായ ഗേറ്റ് അടച്ചിട്ടിരിക്കുകയായിരുന്നു. അല്ല, മാത്രമല്ല അവിടെ ആളുകൾ പോകുന്നുണ്ട്. ആരാ അറിയോ? സെറ്റിൽമെന്റ് ആൾക്കാർ പോയിട്ട് കൃത്യമായിട്ട് ഏറ്റവും സുരക്ഷിതമായ സെറ്റിൽമെന്റ് പറ്റിയ സ്ഥലം മുഖ്യമന്ത്രി ഓഫീസാണ്. അവിടെ ചെന്ന് പിണറായി വിജയനായിട്ടും സെക്രട്ടറി P ശശിയുമായിട്ടും സംസാരിച്ച് ഓരോ കാര്യങ്ങൾ സെറ്റിൽ ചെയ്യുകയും അതിന് ഇത്ര കോടികൾ അവിടെ, ഇത്ര കോടികൾ ഇവിടെ എന്ന് പറയുകയും, വീട്ടിലാണെങ്കിൽ മകളാണ് ഓരോരുത്തരോട് പറയുന്നത് ഇത്ര കോടി തരണം, 100 കോടി 200 കോടി എന്ന് വില പേശി വാങ്ങുന്നത്. അങ്ങനെ കേരളത്തിലെ മുഖ്യമന്ത്രിയുടെ ഓഫീസും വീടും മകളും അതേപോലെ അവിടെ പിണറായി വിജയൻ നേരിട്ടും ഇത്തരം കച്ചവടം നടത്തുകയായിരുന്നു ഇത്രയും കാലം. സാധാരണ ജനങ്ങൾക്ക് നീതി നിഷേധിക്കുക. അതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ആശാവർക്കർമാരുടെ പ്രശ്നവും അതേപോലെ കേരയിൽ സമരത്തിൽ ഉൾപ്പെട്ട ആളുകളെ തല്ലിത്തഴച്ച് കേസുകളെടുത്തതെല്ലാം. അപ്പം ഈ ജനങ്ങളുമായി അകന്ന പിണറായി വിജയൻ കമ്മീഷൻ അടിച്ചു മാറ്റുക എന്നുള്ളതിന് വേണ്ടി മാത്രമാണ് പല പദ്ധതികളും തുടങ്ങിയിട്ടുള്ളത്. അങ്ങനെ ഇത് ജനങ്ങൾക്ക് വ്യക്തമായി തിരിച്ചറിഞ്ഞിരിക്കുന്നു. മുമ്പ് എന്ത് പറഞ്ഞാലും പിണറായി വിജയൻ പറഞ്ഞാൽ ജനങ്ങൾ വിശ്വസിക്കുമായിരുന്നു. ജനങ്ങൾ എന്ന് പറഞ്ഞാൽ പാർട്ടിയിലെ അംഗങ്ങളും അനുയായികളും എന്തോ ഒരു ദൈവത്തിൻ്റെ മാതിരിക്ക് ആൾക്കാർ കണ്ടിരുന്നു. അതിനനുസരിച്ചുള്ള സാഹചര്യം സൃഷ്ടിക്കുന്നതിൽ അദ്ദേഹം മിടുക്കനായിരുന്നു. ശൈലജ ടീച്ചർ 2016 മുതൽ 2021 വരെ ആരോഗ്യമന്ത്രിയായപ്പോൾ അവർക്ക് പേരും പ്രശസ്തിയും വരുന്നു എന്ന് കണ്ടപ്പോൾ ആ കോവിഡിനെതിരെയുള്ള പ്രചരണം സ്വയം അദ്ദേഹം ഏറ്റെടുക്കുകയും അങ്ങനെ 6 മണിക്ക് അദ്ദേഹം പ്രത്യക്ഷപ്പെട്ട് ദൈവത്തെ പോലെ, അങ്ങനെ ദൈവം പറയുന്ന പോലെ ആൾക്കാർ കിറ്റും പെൻഷനും കൊടുത്ത് ആൾക്കാരെ എന്തോ മഹാകാര്യം ചെയ്തു എന്ന് ജനങ്ങളെ ബോധിപ്പിച്ച്
അങ്ങനെ വോട്ട് നേടിയിട്ടാണ് ജനങ്ങളെ പറ്റിച്ചത്. പക്ഷെ അത് ഒരു വലിയൊരു ദയനീയമായ ഒരു കാര്യം കാണാതെ പോകാൻ പറ്റില്ല. കാരണം LDF അല്ലാതെ മറ്റാരുണ്ട് എന്നൊരു ടാഗ്ലൈനെ അവർ വയ്ക്കുമ്പോൾ പിണറായി അല്ലാതെ മറ്റാരുണ്ട് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ മാറി. ഇപ്പൊ നോക്കൂ, പ്രതിപക്ഷ സ്ഥാനത്തേക്ക് പോലും ഈ പിണറായി വിജയൻ എന്ന നേതാവിനെ ഇവർ അവരോധിക്കുമ്പോൾ കേവലം 60 വയസ്സുള്ള ചെറുപ്പത്തിന്റെ ചുറുചുറുക്കോടുകൂടി മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് എത്തിയിരിക്കുന്ന യുവാക്കളിലും അതുപോലെ നാനാവിധത്തിലുള്ള പ്രായത്തിലുള്ള ആളുകളുടെ ഒരു ആവേശവും ആശയമായി മാറിയിരിക്കുന്ന, മാധ്യമങ്ങളോടും പൊതുജനങ്ങളോടും വളരെ സൗമ്യനസ്യം കാണിക്കുന്ന VD സതീശൻ എന്ന മുഖ്യമന്ത്രിയെ നേരിടാൻ പ്രതിപക്ഷ നേതാവായ പ്രായത്തിൻ്റെ അസ്കിത കൊണ്ട് 80 വയസ്സ് കഴിഞ്ഞ അനാരോഗ്യമുള്ള മുഖ്യമന്ത്രിയായിരുന്ന ഈ പിണറായി വിജയന് സാധിക്കില്ല എന്ന് CPM-കാർ തന്നെ എടുത്തു പറയുന്നു. അവിടെ മറ്റൊരു കാര്യം ചൂണ്ടിക്കാണിക്കാൻ, എന്തുകൊണ്ടാണ് CPM-ൽ ഒരു രണ്ടാം നിര നേതാക്കൾ ഉയർന്നു വരാൻ പാടില്ല എന്ന് ഒരു ശാഠ്യമുണ്ടായിരുന്നത് പോലെ പിണറായി വിജയൻ പാർട്ടിയെ നയിച്ചത് എന്നുള്ളൊരു പുനർവിചിന്തനം ആ പാർട്ടിയിൽ ഉണ്ടായിരിക്കുന്നു. ഇപ്പോൾ എന്തുകൊണ്ട് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയനെ ചൂണ്ടിക്കാണിക്കുന്നു പറയുമ്പോൾ മുതിർന്ന പോളിറ്റ് ബ്യൂറോ അംഗം എന്ന രീതിയിൽ തെരഞ്ഞെടുക്കപ്പെട്ട പോളിറ്റ് ബ്യൂറോ ആയിരിക്കണം പ്രതിപക്ഷ നേതാവ് എന്ന് പറയുമ്പോൾ, ബാലഗോപാലിനെ പോലുള്ള ഇപ്പോൾ രണ്ടാം നിരയിലുള്ള ആളുകളെ നിശബ്ദരാക്കി നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു നീക്കം നടത്തുമ്പോൾ തീർച്ചയായും ഈ പാർട്ടിയിൽ എനിക്ക് ശേഷം ഇനി ആരുമില്ല, പ്രളയം എന്ന രീതിയിലാണോ മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ ഇത്തരത്തിൽ മുന്നോട്ട് പോകുന്നത്? ആ പാർട്ടിയെ മുച്ചൂടും മുടിക്കും എന്നുള്ള പാർട്ടി അണികൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു. സാറിനെ പോലെ എപ്പോഴും ഈ CPM-ന്റെ നയവൈകല്യങ്ങളെ വിമർശിച്ചിരുന്ന, അല്ലെങ്കിൽ പിണറായി വിജയന്റെ അഴിമതിയെ വിമർശിച്ചിരുന്ന മാധ്യമങ്ങളല്ല ഇത് പറയുന്നത്. CPM പ്രവർത്തകരും സാധാരണക്കാരായ CPM അണികളും യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് വിശ്വാസികളുമാണ്. അവരാണ് പിണറായി വിജയനെ MP ഗോവിന്ദനെ തള്ളിപ്പറയുന്നത്. ഈ പാർട്ടി ഒരു രണ്ടാം നിരയില്ലാതെ അനാഥമാക്കപ്പെടുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ മാറുന്നു എന്നാണ് അവർ ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് 2005 ഞാൻ ലാവ്ലിൻ കേസ് പുറത്തു കൊണ്ടുവന്നപ്പോൾ അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട്. പിണറായി വിജയനെ ഒരു സമയത്ത് ജനങ്ങൾ തിരിച്ചറിയുകയും ജനങ്ങൾ കല്ലെറിയുന്ന ഒരു സമയം വരും. ആ അണികൾ, സ്വന്തം അണികൾ, പാർട്ടിയുടെ നേതാവെന്ന് സ്വയം ചമഞ്ഞിരിക്കുന്ന, തട്ടിപ്പ് നടത്തുന്ന, പാർട്ടി ഹൈജാക്ക് ചെയ്ത് ഇത്തരം കൃത്യങ്ങൾ ചെയ്യുന്ന ആളെ കല്ല് എറിഞ്ഞ് ഓട്ടിക്കും. സോവിയറ്റ് യൂണിയനിലും കിഴക്കൻ യൂറോപ്പിലും കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലും ഉണ്ടായിട്ടുള്ള അപജയം പോലെ കേരളത്തിൽ വളരെ ദുരിതപൂർണമായ ഒരു അവസ്ഥയിലേക്ക് പിണറായി വിജയൻ പോകും. താൻ സമ്പാദിച്ച സമ്പാദ്യങ്ങളൊന്നും അദ്ദേഹത്തെ രക്ഷിക്കാൻ എത്തില്ല എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അതാണ് ഇപ്പോൾ സാധാരണ അണികൾ പോലും വിളിച്ചു പറയുന്നത്. അന്ന് ഞാൻ പറഞ്ഞപ്പോൾ ഇവരെ വിശ്വസിപ്പിച്ചത് ഞാൻ ബ്ലാക്ക് മെയിലറാണ്, മഞ്ഞപത്രക്കാരനാണ്, തട്ടിപ്പുകാരനാണെന്നൊക്കെ കള്ളപ്രചരണം നടത്തിയിട്ടാണ്. അതൊന്നുമല്ല ഞാനെന്നുള്ളത് ഇപ്പോൾ ജനങ്ങൾ തിരിച്ചറിഞ്ഞു. തിരിച്ചിട്ട് പിണറായി വിജയനാണ് കള്ളനും തട്ടിപ്പുകാരനാണെന്നുള്ളത് ഇപ്പോൾ കൃത്യമായിട്ട് പാർട്ടി അണികൾ തിരിച്ചറിഞ്ഞു. അതിൻ്റെ ഭാഗമാണ് പിണറായി വിജയനെ ചവിട്ടി പുറത്താക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി CPM-നെ നശിപ്പിച്ച അന്തകൻ എന്നുള്ള രൂപത്തിൽ സാധാരണ CPM പ്രവർത്തകർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. അത് അധികം താമസിയാതെ ഒരു കാര്യം ഉറപ്പായിട്ട് പറയാം, പിണറായി വിജയനെ ജനങ്ങൾ, പ്രത്യേകിച്ച് CPM അണികൾ തന്നെ കല്ലെറിഞ്ഞ് ഓട്ടിക്കുന്ന ഒരു സമയം വരും. അത് വിദൂരമല്ല എന്നുള്ളതാണ്. പാർട്ടിയിൽ പോലും അദ്ദേഹത്തിന് സ്ഥാനമുണ്ടാവില്ല. പാർട്ടിയായിട്ട് തന്നെ തിരിച്ചു വരണമെങ്കിൽ അതേ മാർഗമുള്ളൂ. കാരണം പിണറായി നിൽക്കുന്നിടത്തോളം കാലം പാർട്ടിയായി നിൽക്കില്ല. പാർട്ടി എന്ന് പറയുന്നത് ഒരു സംവിധാനമാണ്. കഴിഞ്ഞ 57 വർഷമായിട്ട് 70 വർഷമായിട്ട് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലും ജനങ്ങൾക്ക് വേണ്ടിയും ഈ ഭൂമിക്ക് വേണ്ടിയിട്ടും ഇവിടെ ജീവജാലങ്ങൾക്ക് വേണ്ടിയും പ്രവർത്തിച്ച ഒരു പാർട്ടിയാണ്. സാർ, ലോകത്തിൽ ആദ്യമായി ബാലറ്റിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ഈ കേരളത്തിൽ 1957 EMS-ന്റെ നേതൃത്വത്തിലായിരുന്നു. അപ്പൊ വന്ന കേരളത്തിൽ അത് ഒറ്റയടിക്കൊന്നും വലിച്ചു കളയാൻ കഴിയില്ല. ജനങ്ങൾ പിണറായി വിജയനേക്കാൾ വിവരമുള്ള ആൾക്കാരാണ്. അവർ താത്വികമായിട്ട് പഠിച്ചിട്ടുള്ള ആൾക്കാർ, മാർക്സിയൻ ചിന്താഗതി എന്താണെന്ന് കൃത്യമായിട്ട് അറിയുന്ന ആൾക്കാരാണ്. ആ ചിന്താഗതിയിൽ ഉൾപ്പെട്ടുള്ള അവർ പിണറായി വിജയൻ ബൂർഷാസിയാണെന്നും തട്ടിപ്പുകാരനാണെന്നും കൊള്ളക്കാരനാണെന്നും മാഫിയ തലവനാണെന്നും കൃത്യമായി തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ പ്രതിഫലനമാണ് കൃത്യമായി ഇപ്പോൾ പാർട്ടിക്കുള്ളിൽ വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും പിണറായി വിജയന് പ്രതിപക്ഷ സ്ഥാനത്ത് ഇരിക്കാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അദ്ദേഹം അധികാരത്തിൻ്റെ എല്ലാ മാർഗങ്ങളും ഉപയോഗിച്ച് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയൊക്കെ സഹായത്തോടെ അദ്ദേഹം അവിടെ ഇരുന്ന് BJP-യിൽ CPM-നെ കഷ്ണങ്ങളാക്കി എത്തിക്കാനുള്ള ശ്രമങ്ങൾ നടത്തും എന്നുള്ളത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. കാരണം അദ്ദേഹത്തിൻ്റെ മറ്റു കേസുകളിൽ നിന്ന് രക്ഷപ്പെടണമെങ്കിൽ അമിത്ഷാ പറയുന്ന പ്രകാരം പിണറായി വിജയൻ പ്രവർത്തിക്കേണ്ടതുണ്ട്. പക്ഷെ അതിന് ജനങ്ങൾ തിരിച്ചറിഞ്ഞു തുടങ്ങിയിരിക്കുന്നു. പിണറായി വിജയൻ അങ്ങനെയുള്ള ആളാണ്, തട്ടിപ്പുകാരനാണ്, പാർട്ടിയെ നശിപ്പിക്കാൻ ഇറങ്ങിയ അന്തകനാണ്,
അദ്ദേഹത്തിൻ്റെ സ്വന്തം കേസുകളിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് മാർക്സിസ്റ്റ് പാർട്ടിയെ മറയാക്കി പിടിച്ചിരിക്കുന്നത്. അത് മനസ്സിലാക്കിയ അവർ തീർച്ചയായും പ്രതികരിച്ചു തുടങ്ങിയിരിക്കുന്നതിൻ്റെ തെളിവാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ. അത് ഭീകരമായ രൂപത്തിൽ അത് വളരുകയും പിണറായി വിജയന് പണം കൊണ്ടോ മറ്റു മാർഗം കൊണ്ടോ അതിനെ നിയന്ത്രിക്കാൻ പറ്റാത്തൊരവസ്ഥ വരികയും അദ്ദേഹത്തെ അടിച്ചോടിക്കുന്ന ഒരു അവസ്ഥ പാർട്ടിക്കുള്ളിൽ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്.